Ladies and gentlemen, our world is facing serious challenges like global warming, ozone layer depletion, high rate of consumption of conventional energy resources, shortage of drinking water, etc. It is time for us, engineers, to have a retrospective analysis on the causes and also on the potential remedial actions to counter these threats. There is no doubt that our future generations will have to bear the burden of our irresponsible actions in the past. Now that we are all grown up, we have the solutions for these problems. However, are we effectively utilizing the solutions? Please watch and listen carefully to the Sights and Sounds of Kattangal, a reality show presented by the UAE Nectar chapter. ബഹുമാന്യരെ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഈ സ്കിറ്റിലുള്ള കഥാപാത്രങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചുപോയവരുമായോ യാതൊരു സാദൃശ്യവുമില്ല. അഥവാ എന്തെങ്കിലും സാദൃശ്യം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ആരംഭിക്കട്ടെ, നിങ്ങൾ അനുഭവിച്ചാലും. उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्
ഞാനൊരുത്തൻ അഞ്ചാമത്തെ വെങ്കടിച്ച് ഫ്രഞ്ച് മേലെ കയറി നിന്ന് ആറ്റു തോമ വീശു പോലെ മുന്തടിച്ച് വീശിയപ്പോ കളസമിടാൻ മറന്ന കാര്യം ഞാൻ ഒഴികെ പാറിലെല്ലാരും കണ്ടടാ മുട്ടുകൊണ്ടാടുകൾ പോയതു നേരത്ത് മുന്നത്തെ മുട്ടിപ്പോയി എനിക്ക് ആറാമത്തെ വെങ്കടിച്ച് പാറി തുടർ വിളിച്ച് ഡോറ് ചില്ല് തല്ലുപൊള്ളി തട്ടിമുട്ടി നിറച്ച് പോയൊരു മുട്ടി വെള്ളമടിക്കാൻ എന്തു ചെയ്യുമെന്ന് ദൈവമേ പാർവതിയാണല്ലോ കൂട്ടലേ തൊട്ടുതലേക്കാട് പാറിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്ന മതി കാര്യം നേടാ ശാഷൻ ഇത്ര കപ്പാസിറ്റി ഉണ്ടാക്കുന്നു മോശം ഹലോ, ഞാൻ കട്ടാങ്ങ സരസു. കൊച്ചു വെളുപ്പാങ്കാലത്ത് അനക്ക് എന്താ ഇത്ര സൂക്കേട്? നിങ്ങള് വെളുപ്പാങ്കാലത്തല്ലേ ഇറങ്ങി പോയേക്കണത്? ഓ, ഈ പറഞ്ഞോളി. ഓക്കെ ചങ്ങായി, നിങ്ങള് പിന്നെ വിളിക്ക്. ഇപ്പൊ ഞാൻ ഫ്രീ അല്ല. എന്റെ കുറെ പഴയ പറ്റുകാർ ഇപ്പോഴിവിടെ പൊങ്ങിയിട്ടുണ്ട്. അവരുടെ കുറെ അരിയേഴ്സ് തീർക്കാനുണ്ട്. അതൊന്ന് തീർത്തിട്ട് തിരിച്ചു വിളിക്കാം. ഹലോ ഹലോ സാറന്മാരെ, അവിടെ നിക്ക്. ഈയൊക്കെ തലേമേ തുണിയിട്ട് തല മറിച്ചതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അന്റെ ഒക്കെ കാലുമേലെ നഖം പോലും ഈ സരസൂര് കണ്ടാ മനസ്സിലാവും. കാല് മാത്രമല്ല, അന്റെയൊക്കെ കോലം കണ്ടാ പോലും ഈ സരസൂര് മനസ്സിലാവും മക്കളെ. അനക്കൊന്നും ഒരു പോലീസുകാരന്റെ ബുദ്ധി പോലും ഇല്ലല്ലോ ചൈത്താമാരെ. ഇത് കോഴിക്കോടല്ല മക്കളെ, കൊച്ചിയാ. ഈ സരസൂന് ഇവിടെയും ഉണ്ട് ബിസിനസ്. സമയം കളയാതെ വേഗം കണക്ക് തീർത്ത് സ്ഥലം വിടാൻ നോക്ക്. പോയിട്ട് എനിക്ക് വേറെ ബിസിനസ് ഉള്ളതാ. ഇത് എത്രയുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എന്നാലും അന്നത്തെ പറ്റനുസരിച്ച് മുതലും പലിശയും കൂട്ടുപലിശയും കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് നാട്ടിക്കല്ലേ. ആഹാ, മിടുക്കനാണല്ലോ. അതെ, ഒരു 50 പൈസയുടെ കുറവുണ്ട്. അത് ഞാൻ അടുത്ത തവണ വരുമ്പോ തരാം. ഓ, എന്നാടാ ഒരു ഉറുപ്പ്യ. നീ എനിക്ക് 50ന്റെ കാശ് തരണ്ട നോക്കി. ജിറാഫോ? ജിറാഫല്ല, ജാഫർ. ജാഫർ ആയാലും കാഫർ ആയാലും കായ് വെച്ചിട്ട് കാര്യം പറയാനേക്കാം. എക്സ്ക്യൂസ് മീ, ക്രെഡിറ്റ് കാർഡ് മതിയോ? എന്തിന്? ഒരയ്ക്കാനേ. ഇത് എവിടെയിട്ട് ഒരയ്ക്കാനാടാ? കാർഡെങ്കിൽ കാർഡ്. അതെങ്കിലും കിട്ടിയല്ലോ, അതും കൊല്ലങ്ങൾക്ക് ശേഷം. എന്റെ എത്ര കിളിക്കേ? നിന്നോടൊക്കെ ഇനി പ്രത്യേകം പറയണോ? വേഗം കാശെടുത്ത് വെച്ചോ, അല്ലെങ്കിൽ ഞാനങ്ങോട്ട് വരും. ഇല്ലെങ്കിലേ ഇവിടെ നിന്ന് നിന്റെ ഒക്കെ പേര് വിളിക്കും മക്കളെ.
1,600. Keep it up. സന്തോഷമായില്ലേ? ആ സരസു, എന്റെ മോൻ അവിടെ പഠിക്കുന്നുണ്ട്, ഡൊണാൾഡ് ഡിക്രോസ്. അവന്റെ കണക്ക് എന്റെ പറ്റിലെഴുതല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ആയി പോകും. എടാ ഷിബുവേ, എന്തോ നമ്മൾ ഇനിയും കാണേണ്ടവരാണല്ലോ. പിന്നെ നമ്മൾ തമ്മിലുള്ള കണക്ക് അന്നേരം തീർക്കാം. ആയിക്കോട്ടെ, തിരുവായ്ക്ക് എതിർവായില്ലല്ലോ. അല്ല, നീ എന്താടാ പതുങ്ങി നിൽക്കുന്നേ? പതുങ്ങി നിൽക്കുവല്ലായിരുന്നു ചേച്ചി, ഞാനിവിടെ ഒതുങ്ങി നിൽക്കുവായിരുന്നു. ആഹാ, മോർണിംഗ് വന്നേ. മുടങ്ങി നിക്കണം. ഇത്രയ്ക്ക് പൂത്തലേനായിട്ട് നീ എന്താ കണിക്കൊന്നയാണോ? അല്ല, നിന്റെ പോക്കറ്റിൽ എന്താ ദിനാറൊന്നുമില്ലേ? അവനെ ഒരു തുലുവ. അയ്യോ അമ്മച്ചി, അയ്യോ എന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് മൊത്തം തകർന്നു പോയേ. ഇനി നിനക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ഇല്ലേ? കായ് തരാൻ നിന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്, ഈ എന്റെ ഒപ്പം കൂടിക്കോ. എനിക്കാണെങ്കിൽ ഒരു പിയുടെ ആവശ്യമുണ്ട്. നമ്മൾ രണ്ടാളും കൂടി ദുബായിക്ക് പോകുന്നു, അവിടെ അടിച്ചു പൊളിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ.